കേരള ജനതയുടെ കയ്യിരിക്കണം, അല്ലാതെ നമുക്കായിട്ട് തുറക്കാനാണ് സാധ്യത. അവിടെ സുരേഷ് ഗോപി സാറിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. ബി ജെ പി ഈ വട്ടം ഒരു MP നമുക്കുണ്ടാവും എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. ശശി തരൂര് കുറെ നാളായിട്ട് തന്നെ നല്ല ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കല്ലേ, അപ്പൊ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടോ? തോന്നുന്നില്ല തുറക്കുമെന്ന്. LDF ജയിക്കണം എന്നാണ്, ജയിക്കുമായിരിക്കും. കേരള ജനതയുടെ കയ്യിരിക്കുന്നു. കേരള ജനതയുടെ കയ്യിരിക്കണം, അല്ലാതെ നമുക്കായിട്ട് തുറക്കാനാണ് സാധ്യത. തൃശ്ശൂർ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട്. സുരേഷ് ഗോപി സാറ് അത്ര ആത്മാർത്ഥമായിട്ടാണ് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതും. എന്താവശ്യമുണ്ടെങ്കിലും അവിടെ സുരേഷ് ഗോപി സാറിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. ബി ജെ പി ഈ വട്ടം ഒരു MP നമുക്കുണ്ടാവും എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. തുറക്കും സാധ്യതയുണ്ട്. ഇല്ല ഇല്ല കാര്യം തുറക്കില്ല, അത്രേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. അതങ്ങനെ പറയാൻ കാര്യം അവര് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഇല്ല. ഇല്ല, സാധ്യതയില്ല. സാധ്യതയില്ല. കാര്യം ഇല്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് സാധ്യതയില്ല. ഓക്കെ. തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്തും തൃശ്ശൂര് സുരേഷ് ഗോപി ഉള്ള സാധ്യത ഒരു 90% കാണുന്നുണ്ട്. 90% എബോവ് കാണുന്നുണ്ട്. കാരണം അദ്ദേഹം ചെയ്യുവാണെന്ന് തീർച്ചയായിട്ടും പുള്ളി ഇതിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ആ മണ്ഡലത്തിനകത്തിന് പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി ഒരു ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനൊരു ഹോപ്പുണ്ട്. സത്യം പൊളിറ്റിക്കലി എനിക്ക് അതിനകത്തിൽ ആരോടും ഒരു ഇതില്ല. എന്തായാലും കോമണായിട്ട് പറയുമ്പോൾ അതൊരു നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട്. അതാണ് പറയാനുള്ള അതിനകത്ത്. ട്രിവാൻഡ്രത്തും ഒരു ഹോപ്പുണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും BJP അക്കൗണ്ട് ഇല്ല. ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുവോ അതോ വേറെ ഏതെങ്കിലും CPM കോൺഗ്രസോ? CPM ജയിക്കും എന്നാണ് തോന്നുന്നത്. അവര് CPI CP കോൺഗ്രസ് ആയിട്ട് അവര് ഐക്യകക്ഷിയായിട്ട് നിൽക്കും. സുരേഷ് ഗോപിയെ തോൽപ്പിക്കും. സുരേഷ് ഗോപി ജയിക്കില്ല. അങ്ങനെ അവരും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാലും സുരേഷ് ഗോപി സാറ് ജയിക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരുകാര് പറയുന്നില്ലെന്നാണ്. ആര്? തൃശ്ശൂരുകാര് തന്നെ പറയുന്നില്ലെന്നാണ് എന്റെ കൂട്ടുകാരുണ്ട്, അതുകൊണ്ടാണ്. അല്ല, സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത ചാൻസ് ഉണ്ടെങ്കിലും ഇല്ല, ജയിക്കത്തില്ല. അല്ല, അതിനുള്ള സാധ്യത കുറവാണ്. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ബേസ് ആണ് അദ്ദേഹം ലാസ്റ്റിൽ ഇട്ടിരുന്നത്. എനിക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് ഇപ്രാവശ്യം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ കേൾക്കുന്നവർക്കും ഒരു ഉള്ളിൽ നിന്നൊരു തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എനിക്ക് പൊളിറ്റിക്കലി ആരും ബാക്ക് സപ്പോർട്ട് ചെയ്യണമെന്നില്ല, പക്ഷെ അദ്ദേഹം നല്ലൊരു രീതിയിൽ പൊളിറ്റിക്കലി എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാളാണ്, രാഷ്ട്രീയം നോക്കാതെ തന്നെ. അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസവും. അദ്ദേഹം കണ്ടിന്യൂ ചെയ്യും അതിനകത്ത് തീർച്ചയായിട്ടും. ജയിക്കാൻ വീണ വിജയനെതിരായിട്ട് ഇപ്പൊ കുറെ ആരോപണങ്ങളൊക്കെ വരുന്നില്ലേ, അത് CPM-ന് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. കാരണം ഇതേപോലെ കുറെ ആരോപണങ്ങൾ വന്നു, അതൊന്നും ഇതുവരെയായിട്ടും പ്രൂവ് ചെയ്തിട്ടില്ല. പ്രൂവ് ചെയ്യുമായിരുന്നു നമുക്ക് പിന്നെയും പറയായിരുന്നു. അതുകൊണ്ട് ഇത് അഫക്ട് ചെയ്യത്തില്ലെന്നാണ് തോന്നുന്നത്. അത് രാഷ്ട്രീയമാണ്, നമുക്കൊന്നും പറയാനില്ല. രാഷ്ട്രീയം പറയാനില്ല. തീർച്ചയായിട്ടും തിരിച്ചടി തന്നെയാണ്. അല്ല, അത് പൊളിറ്റിക്കലി ഉണ്ടാവുന്നതാണ്. ഇപ്പൊ അതിനകത്തിൽ എന്ത് സത്യം ഉണ്ടെന്ന് അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് അതിനകത്ത് പൊതുജനങ്ങനെ അഭിപ്രായം പറയാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് അതിന്റെ തീരുമാനങ്ങളിൽ അന്വേഷണം നടക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കട്ടെ. പക്ഷെ അവരും പൊളിറ്റിക്കലി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുണ്ടല്ലോ. നമുക്ക് അപ്പം അങ്ങനെ പെട്ടെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ബാധിക്കും. ഏത് തരത്തില്? വീണ വിജയൻ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? തോന്നുന്നില്ല. പറയുന്നല്ല, ഒന്നും നടക്കൂലല്ലോ ഇവിടെ. ഭരിക്കണം അവര് ആകുമ്പോ പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യണം? അതിപ്പോഴത്തെ ഈ രാഷ്ട്രീയം അവരുടെ പിന്നിലുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ ഉണ്ടാവാൻ സാധ്യത വളരെ വിരളമാണ്. എന്റെ അഭിപ്രായത്തിൽ അറസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഒന്നും തെളിഞ്ഞായിട്ടൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞാൻ സംഭവം അറിഞ്ഞിട്ടില്ല. ഒന്നും തെളിഞ്ഞു അതുകൊണ്ട് ഇല്ലായിരിക്കും. SFIയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാണുന്നില്ല. ഒന്നും കാണുന്നില്ല അതിനകത്ത്. ഇല്ല, അത് കാണും. തിരുവനന്തപുരത്ത് ഇത്തവണ ആര് ജയിക്കും? ശശി തരൂരോ അതോ വേറെ ആരെങ്കിലും? ശശി തരൂര് തിരുവനന്തപുരത്ത്
സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. പറയാൻ പറ്റത്തില്ല ചിലപ്പോ. ശശി തരൂർ ഉറപ്പാ. ഉറപ്പ്. സ്ഥിരമായിട്ട് ശശി തരൂരാണ് നിൽക്കുന്നത്. അത് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. നാലഞ്ച് പ്രാവശ്യം കൊണ്ട് ശശി തരൂരാണ് MP ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ ശശി തരൂരായിരിക്കും ജയിക്കും. ഉറപ്പാ. അതെ. ശശി തരൂരിന് ചാൻസ് ഉണ്ട്. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടും നല്ലൊരു സാമാജികനായതുകൊണ്ടും സാധ്യതയുണ്ട്. ശോഭന BJPക്ക് വേണ്ടി നിൽക്കുന്നുള്ള അലിഗേഷനൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ഒന്നും ശശി തരൂരിനോട് ശശി തരൂര് കുറെ നാളായിട്ട് തന്നെ നല്ല ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നമുക്ക് ഒരുപാട് UN-ലും ഇതിലുമൊക്കെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പൊളിറ്റിക്കലി നല്ല കരിയറുള്ള നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എനിക്കറിയത്തില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റോറിയും കാര്യങ്ങളും വായിച്ചിട്ടുണ്ട്. പുള്ളി ചെയ്തിട്ടുള്ള അതിനകത്തെല്ലാം ഒരു നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ലത് തന്നെയാണ്. അപ്പം അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഒരു വ്യക്തിയല്ല തീരുമാനിക്കേണ്ടത്. കാൻഡിഡേറ്റ് എല്ലാം കൂടെ തീർച്ചയായിട്ടും.